രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ താരം. രാഹുലിൻ്റെ വിശേഷങ്ങളും വാർത്തകളും അഭിമുഖങ്ങളുമെല്ലാം തരംഗമായി മാറുന്നു. മോദിയുടെ പ്രഭാവം മങ്ങുന്നു എന്ന സംശയവും അതിനിടയിൽ ചിലർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ മകനായി, സഹോദരനായി മാറിക്കഴിഞ്ഞു. അപമാനത്തിൻ്റെ ഗർത്തത്തിൽ നിന്ന് രാഹുൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ശരീരഭാഷയിൽ പോലും പുതിയ രാഹുലിനെയാണ് കാണാൻ കഴിയുക. രാഹുലിൻ്റെ വിവാഹമാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നത്. എന്താണ് രാഹുൽ വിവാഹം കഴിക്കാത്തത്? ഇന്ത്യക്കാരുടെ മുഴുവൻ വികാരമാണ് ആ ചോദ്യം. കശ്മീരിലെ പെൺകുട്ടികളുമായി രാഹുൽ അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവാഹം പ്ലാൻ ചെയ്യുന്നില്ലെന്നും നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നുമാണ് രാഹുൽ മറുപടി നൽകിയത്. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുശീൽ കുമാർ ഷിൻഡെയുടെ മകളും മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗവുമായ പ്രണീതി ഷിൻഡെയുമായി രാഹുലിൻ്റെ വിവാഹം ഉറപ്പിച്ചുവെന്ന വാർത്തയും അതിനിടെ പ്രചരിക്കുന്നുണ്ട്. പ്രണയവിവാഹമല്ലെന്നും സഹോദരി പ്രിയങ്കയാണ് രാഹുലിൻ്റെ വധുവായി പ്രണീതിയെ കണ്ടെത്തിയതെന്നുമാണ് വാർത്തകളിൽ നിറയുന്നത്. സോഷ്യൽ മീഡിയയിൽ രാഹുൽ പ്രണീതി വിവാഹം വൈറലാണ്. ഈ വീഡിയോകൾക്കും വാർത്തകൾക്കും അടിയിൽ വരുന്ന കമൻറ്റുകളാണ് രസകരം. പൊതുവെ ഇത്തരം വാർത്തകൾക്ക് നെഗറ്റീവ് കമൻറ്റുകളാണ് വരാറുള്ളത്. എന്നാൽ വളരെ പോസിറ്റീവായ കമൻറ്റുകളാണ് രാഹുലിൻ്റെ വിവാഹ വാർത്തയ്ക്ക് ലഭിക്കുന്നത്. ഇതൊരു തിരിച്ചറിവ് കൂടിയാണ്. ഇന്ത്യയുടെ മനസ്സിൽ രാഹുൽ എന്ന വ്യക്തി നേടിയെടുത്ത സ്ഥാനം എന്തെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ പോസിറ്റീവ് കമൻറ്റുകൾ. മാത്രമല്ല, തങ്ങളുടെ മകനായി, സഹോദരനായി രാഹുലിനെ അവർ കാണുന്നു. രാഹുലിൻ്റെ വിവാഹം അവർ കൂടി ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ആളുകളുടെ പ്രതികരണം. ഈ വർഷം ആദ്യം റായ്ബറേലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ രാഹുലിൻ്റെ വിവാഹം എപ്പോഴാണെന്ന ചോദ്യം ഉയർന്നിരുന്നു. സഹോദരി പ്രിയങ്കയുടെ സാന്നിധ്യത്തിലായിരുന്നു രാഹുലിനോട് ജനത്തിൻ്റെ ചോദ്യം. വേഗം മറുപടി പറയണമെന്ന് പ്രിയങ്കയും ആവശ്യപ്പെട്ടു. അതോടെ ഉടൻ തന്നെ വിവാഹം കഴിക്കുമെന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി. നേരത്തെ പട്നയിൽ നടന്ന പ്രതിപക്ഷ റാലിക്കിടെ വിവാഹം കഴിക്കൂ, നിങ്ങളുടെ വിവാഹ ഘോഷയാത്രയുടെ ഭാഗമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് മുതിർന്ന നേതാവ് ലാലു പ്രസാദ് യാദവും രാഹുലിനോട് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞാൽ അത് നടന്നിരിക്കുമെന്നായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം. അതിനിടെ രാഹുലിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില ഗോസിപ്പുകളും അടുത്തിടെ വന്നിരുന്നു. ദി ബ്ലീഡ്സ് എന്ന മാഗസിനിലായിരുന്നു വിവാഹ വാർത്ത വന്നത്. രാഹുൽ ഗാന്ധിയുടെ മറഞ്ഞിരിക്കുന്ന സ്വകാര്യ ജീവിതവും അവിഹിത ബന്ധങ്ങളും തുറന്നു കാട്ടുന്നു എന്ന് അവകാശപ്പെട്ടാണ് ലേഖനം പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം രാഹുൽ വിൻസി എന്ന അപരനാമത്തിൽ ഒരു ദുരൂഹ ജീവിതം നയിക്കുന്നുവെന്ന് ലേഖനം ആരോപിക്കുന്നു. ഇതിൽ കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവൻ്റെ മകൾ വെറോണിക് കാർട്ടലിയുമായി രാഹുൽ ഗാന്ധിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും അവർ 2 മക്കളുടെ മാതാവായിരുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്ന മുഹമ്മദ് സാഹിർ ഷായുടെ ചെറുമകൾ നോയൽ സഫർ രാജകുമാരിയുമായി രാഹുലിന് ബന്ധമുണ്ടെന്നും ദ ബ്ലിറ്റ്സിലെ ലേഖനത്തിൽ പറയുന്നു. രാഹുലുമായുള്ള വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിനായി നോയൽ രാജകുമാരി റോമൻ കത്തോലിക്ക ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്തുവെന്നും ലേഖനം പറയുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ ചാപ്പലിൽ കാമുകി നോയലിനൊപ്പം രാഹുൽ ഗാന്ധി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. ഗർഭിണിയായപ്പോൾ രാഹുലും നോയലും തമ്മിലുള്ള ബന്ധം വഷളായി. ഗർഭഛിദ്രം നടത്തണമെന്ന് രാഹുൽ നിർബന്ധിച്ചു. അത് നോയലിനെ വല്ലാതെ വേദനിപ്പിച്ചു. രാഹുലിനെ വഞ്ചകനായി കണ്ട് അവൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയാണ് ലേഖനത്തിൽ പറയുന്നത്. ഈ ലേഖനം എഴുതിയ ബംഗ്ലാദേശി പത്രപ്രവർത്തകനെതിരെയും ലേഖനം എക്സിൽ പങ്കുവച്ച മറ്റൊരാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരാതിയിലാണ് ബംഗളൂരു പോലീസ് കേസെടുത്തത്. ഈ ഗോസിപ്പുകൾക്കൊന്നും രാഹുലിൻ്റെ പ്രതിച്ഛായ തറക്കാനായിട്ടില്ല. രാഹുലിൻ്റെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ഇന്ത്യ.